9ാം ക്ലാസ്സിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് നോക്കാം. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിൽ ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസസ്, അതായത് റിയാക്റ്റൻസ് ചേഞ്ച് ചെയ്ത് ഒന്നോ അതിലധികമോ പുതിയ സബ്സ്റ്റൻസസ്, അതായത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് A+B ഗിവിങ് AB എന്നുള്ളതാണ്. അപ്പം എയും ബിയും റിയാക്റ്റൻസ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് AB എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ജനറലായിട്ട് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. കെമിക്കൽ റിയാക്ഷനിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ് മെറ്റീരിയൽസും ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് മിക്കപ്പോഴും ഇറിവേഴ്സിബിൾ ആവാനാണ് ചാൻസ്. പിന്നെ ഇതിൻ്റെ കളർ, ടെമ്പറേച്ചർ ഇതൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇത് ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ബബിൾസ് അല്ലെങ്കിൽ ഗ്യാസസ് റിലീസ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഒന്നാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, 2 ഡീകമ്പോസിഷൻ റിയാക്ഷൻ, 3 ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, 4 കോമ്പിനേഷൻ റിയാക്ഷൻസ്. ഇനി നമുക്ക് അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് നോക്കാം. കോമ്പിനേഷൻ റിയാക്ഷനെ നമുക്ക് സിന്തസിസ് റിയാക്ഷൻ എന്നും വിളിക്കാം. അപ്പോൾ ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഇതിൽ 2 അതിലധികം സബ്സ്റ്റൻസ്, അതായത് എലമെൻറ്റ്സ് ആവാം, കോമ്പൗണ്ട്സ് ആവാം, ഇത് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ അല്ലെങ്കിൽ മോർ കോംപ്ലക്സ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ജനറൽ ഇക്വേഷനാണ് A+B ഗിവിങ് AB എന്ന് പറയുന്നത്. എയും ബിയും റിയാക്റ്റൻസ് ആണെങ്കിൽ അവ കമ്പൈൻ ചെയ്ത് AB എന്ന് പറയുന്ന ഒരു സിംഗിൾ അല്ലെങ്കിൽ മോർ കോംപ്ലക്സ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾസ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നൈട്രജൻ എന്ന് പറയുന്ന മറ്റൊരു എലമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് അമോണിയ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തു, NH3. ഓക്കെ, ഇവിടെ നോക്കിയേ മറ്റൊരു എക്സാമ്പിൾ, മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ടാണ്. അപ്പം ഇത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ടായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ്, മഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇനി നോക്കിക്കേ, കാർബൺ മോണോക്സൈഡ്, അതൊരു കോമ്പൗണ്ടാണ്, ഓക്സിജൻ എന്ന് പറയുന്നൊരു എലമെൻ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോഡിയവും ക്ലോറിനും എന്ന് പറയുന്ന 2 എലമെൻറ്റ് ചേർന്ന് NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കോമ്പിനേഷൻ റിയാക്ഷൻ്റെ റിവേഴ്സാണ്. അതായത് നേരത്തെ നമ്മൾ കോമ്പിനേഷൻ പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്, 2 റിയാക്റ്റൻറ്റ് എലമെൻറ്റോ കോമ്പൗണ്ടോ കമ്പൈൻ ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു എന്നല്ലേ, സിംഗിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇവിടെ ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ബ്രേക്ക് ചെയ്തിട്ട് 2 അതിലധികമോ സിംപ്ലർ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ജനറൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, A+B ഗിവിങ് AB ആണെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ എങ്ങനെയായിരിക്കും, AB ഗിവിങ് A+B. മനസ്സിലായല്ലോ? അതായത് ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് എന്താണ്, ഒരു 2 or more സിംപ്ലർ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് നോക്കാം. ഇപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ, സിങ്ക് കാർബണേറ്റ്. ഈ സിങ്ക് കാർബണേറ്റിനകത്ത് ഹീറ്റിൻ്റെ പ്രസൻസിൽ ഈ സിങ്ക് കാർബണേറ്റ് ബ്രേക്ക് ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എന്ന് പറയുന്ന 2 കോമ്പൗണ്ട് ഫോം ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണ്, സിങ്ക് കാർബണേറ്റ് ബ്രേക്ക് ചെയ്തു. കോമ്പിനേഷൻ റിയാക്ഷനിൽ നേരെ തിരിച്ചായിരുന്നു. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കി, അലൂമിനിയം ഓക്സൈഡ് ഹീറ്റിൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് അലൂമിനിയം ഓക്സിജനുമായിട്ട് മാറി. മനസ്സിലായല്ലോ? നമുക്കിനി അടുത്ത റിയാക്ഷൻ നോക്കാം, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ.
ഈ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ മറ്റൊരു പേരാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റാതിസിസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനാണ്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ 2 കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട്സ് അതിൻ്റെ അയോൺസിനെ അല്ലെങ്കിൽ ബോൺസിനെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇപ്പം പോസിറ്റീവ് അയണും നെഗറ്റീവ് അയണും ഉള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് അയണുള്ളത് നെഗറ്റീവുമായിട്ട് ചേർന്നിട്ട് മറ്റൊരു കോമ്പൗണ്ടും നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവായിട്ട് മറ്റൊരു കോമ്പൗണ്ട്, അങ്ങനെ എന്താണ് ഇതിൽ അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ഓക്കെ, റിയാക്റ്റൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുമെന്നാണ് ഈ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും മിക്കപ്പോഴും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ നോക്കിയേ, AB+CD ഗിവിങ് AD+CB. ഇവിടെ AB എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എക്ക് പോസിറ്റീവ് ചാർജ് ബിക്ക് നെഗറ്റീവ് ചാർജുമാണെന്ന് വെച്ചോ. CD എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട്, അതിലും സിക്ക് പോസിറ്റീവും ഡിക്ക് നെഗറ്റീവ് ചാർജുമാണെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ വരുമെന്ന് വെച്ചാൽ AB-യിലെ പോസിറ്റീവ് ചാർജ് CD-യിലെ നെഗറ്റീവ് ചാർജുമായിട്ട് ചേരുകയും AB-യിലെ നെഗറ്റീവ് ചാർജ് CD-യിലെ പോസിറ്റീവ് ചാർജുമായി ചേരുകയും ചെയ്ത് പുതിയ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, പൊട്ടാസ്യം ബ്രോമൈഡും സിൽവർ നൈട്രേറ്റും. പൊട്ടാസ്യം ബ്രോമൈഡ് എന്ന് പറയുമ്പം പൊട്ടാസ്യത്തിന് പോസിറ്റീവ് ചാർജും ബ്രോമൈഡിന് നെഗറ്റീവ് ചാർജുമാണ്. സിൽവർ നൈട്രേറ്റിൽ സിൽവറിന് പോസിറ്റീവ് ചാർജും നൈട്രേറ്റിന് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജുമാണ്. അപ്പം പൊട്ടാസ്യം ആരുമായിട്ട് ചേരും? നൈട്രേറ്റുമായിട്ടും. സിൽവർ ആരുമായിട്ട്? ബ്രോമൈഡുമായിട്ട് ചേരും. മനസ്സിലായോ? അതാണ് ഇവിടെ കണ്ടേ, പൊട്ടാസ്യം നൈട്രേറ്റും സിൽവർ ബ്രോമൈഡും ഉണ്ടായി. അടുത്ത് നോക്കിക്കേ, സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിൽ സോഡിയം പോസിറ്റീവും സൾഫേറ്റ് നെഗറ്റീവും. സ്ട്രോൺഷ്യം ക്ലോറിൽ സ്ട്രോൺഷ്യം പോസിറ്റീവും ക്ലോറിൻ നെഗറ്റീവുമാണ്. അപ്പോൾ എങ്ങനെ വരും? സോഡിയം ക്ലോറൈഡും സ്ട്രോൺഷ്യം സൾഫേറ്റുമായിട്ട് മാറും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും. ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് ഹൈഡ്രജൻ പോസിറ്റീവും ക്ലോറിൻ നെഗറ്റീവും ആണ്. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിൽ സോഡിയം പോസിറ്റീവും OH നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ക്ലോറൈഡ് എന്നും വാട്ടർ എന്നും 2 കോമ്പൗണ്ട് റിസൾട്ടായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? അതിനടുത്ത് സോഡിയം സൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. സോഡിയം സൾഫൈഡിൽ സോഡിയം പോസിറ്റീവും സൾഫൈഡ് നെഗറ്റീവുമാണ്. ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജൻ പോസിറ്റീവും ക്ലോറിൻ നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സോഡിയം ക്ലോറൈഡും ഹൈഡ്രജൻ സൾഫൈഡുമാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ മറ്റൊരു പേരാണ് റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഇത് റീപ്ലേസ്മെൻറ്റ് റിയാക്ഷനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നടക്കുന്ന ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് ഒരു എലമെൻറ്റിനെ മറ്റൊരു എലമെൻറ്റ് കോമ്പൗണ്ടിൽ നിന്നും റീപ്ലേസ് ചെയ്യുന്നു. അതാണ് ഇതിൽ നടക്കുന്നത്. അതായത് മോർ റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റ് ലെസ് റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റിനെ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നമുക്ക് ജനറലായിട്ടുള്ളൊരു ഇക്വേഷൻ നോക്കാം. AB+C. ഇതെന്ന് പറയുന്നത് AB എന്ന് പറയുന്നൊരു കോമ്പൗണ്ടും C എന്ന് പറയുന്നൊരു എലമെൻറ്റും ആണെന്ന് വെച്ചു. അപ്പോൾ ഇതിൽ ABയിൽ നിന്നും BA C വന്നിട്ട് റീപ്ലേസ് ചെയ്ത് BC എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇതാണ് ഇതിൽ നടക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കോപ്പർ സൾഫേറ്റും അയണും റിയാക്ട് ചെയ്യുമ്പോൾ ഈ അയൺ വന്നിട്ട് കോപ്പറിനെ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് അയൺ കയറി എന്നിട്ട് അയൺ സൾഫേറ്റും കോപ്പറും ഫോം ചെയ്യുന്നു. മനസ്സിലായോ? അതുപോലെ സിൽവർ നൈട്രേറ്റും കോപ്പറും തമ്മിലുള്ള റിയാക്ഷനിൽ കോപ്പർ സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് കോപ്പർ നൈട്രേറ്റും സിൽവറുമായിട്ട് മാറുന്നു. അയൺ സൾഫേറ്റും സിങ്കും തമ്മിലുള്ള റിയാക്ഷനിൽ അയൺ സൾഫേറ്റിൽ അയണിനെ റീപ്ലേസ് ചെയ്യുന്നു സിങ്ക്, എന്നിട്ട് സിങ്ക് സൾഫേറ്റും അയണുമായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പഠിച്ചു. എന്തായിരുന്നു കെമിക്കൽ റിയാക്ഷൻ? ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസ്, അതായത് റിയാക്റ്റൻസ് ചേഞ്ച് ചെയ്ത് ഒന്നോ അതിലധികമോ പുതിയ സബ്സ്റ്റൻസസ്, അതായത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്?
കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ എന്തായിരുന്നു കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? കോമ്പിനേഷൻ റിയാക്ഷനിൽ രണ്ട് റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇതായിരുന്നു കോമ്പിനേഷൻ റിയാക്ഷൻ. എന്തായിരുന്നു ഡീകമ്പോസിഷൻ റിയാക്ഷൻ? ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഒരു റിയാക്റ്റൻസ് അത് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നോ അതിലധികമോ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇവിടെ ബ്രേക്കാണ്. അപ്പം കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് എന്താണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ മറ്റൊരു പേരാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ അയോൺസ് അയോൺസ് അല്ലെങ്കിൽ ബോൺസ് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അത് മനസ്സിലായല്ലോ. പിന്നീട് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പഠിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ റീപ്ലേസ്മെൻ്റ് ആണ് സംഭവിക്കുന്നത്. അതായത് ഒരു എലമെൻറ്റ് മറ്റൊരു എലമെൻറ്റിനെ റീപ്ലേസ് ചെയ്യുന്നു ഒരു കോമ്പൗണ്ടിൽ, എന്നിട്ട് പുതിയ കോമ്പൗണ്ടായിട്ട് മാറുന്നു. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് ഫോളോ അപ്പ് ആക്ടിവിറ്റി ഉണ്ട്. ഇവിടെ 4 ടൈപ്പ് റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും എന്തൊക്കെ ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ ആൻസർ ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു.